ഓസ്കറെ ഇജ് പറഞ്ഞ കാര്യം എനിക്ക് തെളിയിക്കാൻ കഴിയുന്നുണ്ടെങ്കിലേ ഇതാ 3.25 ലക്ഷത്തിന്റെ ഈ വണ്ടി അനക്കാണ്. ഇജ് വിൽക്കേ കൊടുക്കേ എന്തിച്ചാ ചെയ്തു. അഞ്ച് കജിയിൽ വേറെ പൈസ തരാനൊന്നുമില്ല. ഈ വണ്ടിയുള്ളത് ഈ വണ്ടി ഞാൻ അനക്കണ തരും. എന്റെ കൂടെ ജനിച്ചവൻ അവൻ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുമ്പോ എന്നെ പഠിപ്പിച്ചിരുന്നു, നിങ്ങളാരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത്. ഐ ആം വെരി സീരിയസ്. കാരണം എന്താ, പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറുന്ന ടെററിസ്റ്റുകളെ നിങ്ങൾക്ക് വെടിവെക്കേണ്ടി വരും. അവരെല്ലാം വിശ്വാസികളല്ലേ, അവരെ കുറിച്ച് മറ്റുള്ളവർ പറയും അവർ ടെററിസ്റ്റുകളാണ് എന്ന്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവരല്ലേ യഥാർത്ഥ വിശ്വാസികൾ? അവര് മുസ്ലിമീങ്ങളല്ലേ? അവര് ഇവിടെ ആക്രമിക്കപ്പെടുന്ന കശ്മീരികൾക്ക് വേണ്ടി ചോദിക്കാൻ വരുന്നവരല്ലേ? അവര് ഷഹാദത്ത് കലിമ ചൊല്ലിയവരല്ലേ? നമ്മുടെ മതം എന്താ പഠിപ്പിക്കുന്നത്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. അപകടകരമാണ് ഈ വിദ്യാഭ്യാസം. എന്നിട്ട് പഠിപ്പിച്ചത് എന്താ? നിങ്ങൾ ഇത് ചെയ്യണമെന്ന് മാത്രമല്ല, നിങ്ങൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിറ്റിയോട് നിങ്ങൾ ഇത് പഠിപ്പിക്കുകയും വേണം. എനിക്ക് ഇസ്ലാമിനെ എതിർക്കുന്നവരുടെ ഇടയിൽ കുറച്ച് സ്ഥാനമാനം കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ തൊള്ളി തോന്നുന്ന മുഴുവൻ പറയാൻ കഴിയുന്ന ഞങ്ങളൊക്കെ മദ്രസ പഠിച്ചതാണ്. ഞാൻ 6 കൊല്ലം മദ്രസിലും പഠിച്ചിട്ടുണ്ട്, 6 കൊല്ലം പള്ളി ദർസിലും പഠിച്ചിട്ടുണ്ട്. അത് പറയണതിൽ ഇപ്പോൾ ഒരു കുറവില്ല. അവിടെ ഒന്നും ഒരു ഉസ്താദുമാരും ഒരു അധ്യാപകരും ഞങ്ങളെ ഈ പറഞ്ഞ കാര്യം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് നിന്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നീ വയറ് നിറച്ച് ഭക്ഷിക്കരുത് എന്നാ. അത് മുസ്ലിം അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും. അതുപോലെ എൻ്റെ മക്ക നിങ്ങളുടെ രാജ്യത്തോട് യുദ്ധത്തിന് വരികയാണെന്നുണ്ടെങ്കിലേ നിന്റെ രാജ്യത്തിൻ്റെ കൂടെ നീ നിൽക്കണമെന്ന നബിതങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ കേരളത്തിൽ പഠിപ്പിക്കുന്ന മദ്രസകളിൽ അത് ഏത് വിഭാഗത്തിൻ്റെ ആയിക്കോട്ടെ എല്ലാ ബുക്കുകളും ഇപ്പോൾ പബ്ലിക്കായിട്ട് നിനക്ക് അവൈലബിൾ ആണ്. ആ പുസ്തകങ്ങളിൽ ആ കിതാബുകളിൽ എവിടെ പഠിപ്പിക്കണമായിക്കോട്ടെ, ഏത് കോളേജിൽ പഠിപ്പിക്കണമായിക്കോട്ടെ, ആ പുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിലെങ്കിലും നീ ഈ പറഞ്ഞ വിഷയം നീ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ 3.25 ലക്ഷത്തിൻ്റെ വണ്ടി അനക്ക് സ്വന്തമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരിയിലൊക്കെ കമൻറ്റ് ചെയ്യണോലുണ്ടല്ലോ, ഓ പറഞ്ഞത് ശരിയാണ്, മറ്റതാണ് മറിച്ചതാണ്. ഈ കൂട്ടത്തിൽ നിന്ന് ആരായിക്കോട്ടെ, ഞാൻ അസ്കറിനെ ആവണമെന്നില്ല, അസ്കറിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആരായിക്കോട്ടെ തെളിയിച്ച് തരികയാണ് എന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഞാൻ തരും. ഞാൻ ഇവിടെ കൊച്ചിയിലുണ്ട്, ഇവിടെ വരാം, എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചുതരാം. മനസ്സിലായില്ലേ? തൊള്ളി തോന്നിയ മൊത്തം വിളിച്ച് പറയരുത്, കുറച്ച് സ്ഥാനമാനം കിട്ടാൻ വേണ്ടിയിട്ട്.